ഏതാണ്ട് 2.25 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ മണിപ്പൂരിൽ എത്തുകയാണ്. സംഘർഷമുണ്ടായതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത്. രാവിലെ മിസോറാമിലെത്തുന്ന മോദി ഉച്ചയ്ക്ക് മണിപ്പൂരിലെത്തും. 2 പരിപാടികളിൽ പങ്കെടുക്കും. കെ പ്രശാന്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കുക്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് പോലും ഒരുപക്ഷെ പ്രസ്താവന നടത്താൻ പോലും വിമുഖത കാട്ടിയിരുന്ന പ്രധാനമന്ത്രി, മണിപ്പൂരിലേക്ക് എത്താൻ വിമുഖത കാട്ടിയിരുന്ന പ്രധാനമന്ത്രി ഇന്നിപ്പോൾ 2.25 വർഷത്തിന് ശേഷം മണിപ്പൂരിൽ എത്തുന്നു. 8500 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാനിരിക്കുന്നു. മോദിയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ത്? സ്വപ്ന, ഗുഡ് മോർണിംഗ്. ഏതായാലും 5 സംസ്ഥാനങ്ങളാണ് പ്രധാനമന്ത്രി പ്രധാനമായും ഈ 3 ദിവസങ്ങളായി സന്ദർശിക്കുന്നത്. 15-ാം തീയതി വരെയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 78,000 കോടി രൂപയുടെ പദ്ധതികൾ ആകെ പ്രധാനമന്ത്രി അതിന് തുടക്കം കുറിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അസമിലും മണിപ്പൂരിലും അതുപോലെ തന്നെ മിസോറാമിലും അതോടൊപ്പം തന്നെ കൊൽക്കത്തയിലും അതിനോടൊപ്പം തന്നെ ബീഹാറിലും ഈ 5 സംസ്ഥാനങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഇതിലൊക്കെ തന്നെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മണിപ്പൂരിൽ നിലവിൽ സംഘർഷ സാധ്യത ഇപ്പോഴില്ല എങ്കിൽ പോലും കഴിഞ്ഞ കുറേ നാളുകളായി അസ്ഥിരത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ് സംസ്ഥാനം ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന വഴി കുക്കി മെയ്തേ വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നതോടെ സംസ്ഥാനത്ത് സമാധാനം പൂർണ്ണമായി ഉറപ്പാക്കുക ലക്ഷ്യമാണ്. മറ്റൊന്ന്, ഈ സന്ദർശനത്തിന് ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ രാഷ്ട്രപതി ഭരണത്തിൽ നിന്ന് സംസ്ഥാനത്തെ മാറ്റുമോ എന്നുള്ളതാണ്. അതിന്റെ കൂടി ഭാഗമാണ് ഈ സന്ദർശനം എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമാണ്. 8500 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. 7300 കോടി രൂപയുടെ പദ്ധതി ഈ കുക്കി വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ചുരാചന്ദ്പൂരിലാണ്. മെയ്തേ വിഭാഗത്തിന് സ്വാധീനമുള്ള ഇംഫാലിലാണ് 1200 കോടി രൂപയുടെ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും മണിപ്പൂരിൽ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന സായുധ പോലീസ് വിഭാഗത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന് പുറമെ കേന്ദ്രസേനയുണ്ട്. പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് തന്നെ SPGയുടെ സുരക്ഷയുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണിപ്പൂരിൽ സന്ദർശിച്ച് അവിടെ നീക്കങ്ങൾ കൃത്യമായി തന്നെ പരിശോധിച്ച് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇരു വിഭാഗങ്ങളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചർച്ച നടത്തി തന്നെയാണ് ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്നത്. ഇതിൽ ചുരാചന്ദ്പൂരിലേക്ക് രാജീവ് ഗാന്ധിക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നതെന്ന് കൂടി ഉള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിനോടൊപ്പം തന്നെ മിസോറാമിലും അതുപോലെ തന്നെ മണിപ്പൂരിലുമൊക്കെ തന്നെ ഡൽഹിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ചില എക്സ്പ്രസ് വേകളുടെ പദ്ധതികൾക്ക് കൂടിയാണ് തുടക്കം കുറിക്കുന്നത്. പ്രത്യേകിച്ച് എക്സ്പ്രസ് ട്രെയിൻ പദ്ധതികൾ കൂടി തുടക്കമാകുന്നുണ്ട്. രാജധാനി ട്രെയിനുകളാണ് പ്രധാനമായും ഇത്തരത്തിൽ സർവീസ് നടത്തുക. കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്കും അതുപോലെ തന്നെ മിസോറാമിൽ നിന്ന് ഡൽഹിയിലേക്കും ഗുവാഹത്തിയിൽ നിന്ന് ഡൽഹിയിലേക്കും അങ്ങനെ 4 പദ്ധതികളാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒപ്പം തന്നെ LPG ബോട്ട്ലിംഗ് പ്ലാന്റുകളുടെ ഉദ്ഘാടനമുണ്ട്. ഇങ്ങനെ നിരവധിയായ പദ്ധതികൾ അത് മണിപ്പൂരിലാണെങ്കിലും മിസോറാമിലാണെങ്കിലും മിസോറാമിൽ 9000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും വിവിധ പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ, മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ സന്ദർശനവും ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നത്. മണിപ്പൂരിൽ ഉണ്ടാകും അല്ലെങ്കിൽ മിസോറാമിൽ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് ഈ പാർലമെന്റിലടക്കം മണിപ്പൂർ വിഷയം വലിയ രീതിയിൽ ആയുധമാക്കിയതാണ്. നമുക്കറിയാം, ഇപ്പോൾ മോദി 3-4 മണിക്കൂർ മാത്രമാണോ മണിപ്പൂരിൽ ചിലവഴിക്കുക? ഈ 2.25 വർഷത്തിനു ശേഷം 2.5 വർഷമാകുമ്പോൾ 3.25 മണിക്കൂർ അല്ലെങ്കിൽ 3-4 മണിക്കൂർ മാത്രമാണോ മണിപ്പൂരിൽ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ മണിപ്പൂരിൽ ചിലവഴിക്കുക എന്ന ചോദ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. സ്വപ്ന, രാവിലെ പ്രധാനമന്ത്രി മിസോറാമിലെത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് 12:30ക്കാണ് ചുരാചന്ദ്പൂരിലേക്ക് എത്തുക. 2:30ക്കാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2ാമത്തെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് ഇംഫാലിലാണ്. ഇംഫാലിന് ശേഷം അദ്ദേഹം നേരെ അസമിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു 3-4 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം സംസ്ഥാനത്തുണ്ടാകുക. അതിനിടയ്ക്ക് ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കലാപത്തിന് ഇരയായ ആളുകളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള അടിസ്ഥാന
അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇനി അവിടെ ഏർപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പ്രധാനമന്ത്രി ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കുക്കി മെയ്തി വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോഴും ഉള്ളത്. അവരോട് ചർച്ച നടത്തിയിട്ടാണ് റോഡുകൾ പോലും തുറന്നുകൊടുത്ത പ്രധാനമന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം, ഒപ്പം തന്നെ മറ്റ് മൂവ്മെന്റുകളെല്ലാം തന്നെ ഈ യാത്രക്കാരുടെ അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ സഞ്ചാരമൊക്കെ തന്നെ ഉറപ്പാക്കിയത്. സ്വാഭാവികമായും അങ്ങനെ ഒരു നീക്കത്തിന്റെ ഭാഗമായി ഇവരിൽ നിന്ന് ഈ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നേടിയെടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ രാഷ്ട്രപതി ഭരണത്തിന് അറുതി വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനമായും അടിസ്ഥാന സൗകര്യ വിഷയങ്ങളുടെയൊക്കെ തന്നെ അപര്യാപ്തത തന്നെയാണ് ഈ വിഭാഗങ്ങൾ പൂർണ്ണമായും ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണം തന്നെയാണ്. കാരണം 2023 മെയ്യിലാണ് മണിപ്പൂരിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. പിന്നീട് ഇങ്ങോട്ട് നിരവധിയായ തരത്തിൽ സംഘർഷം ഉണ്ടാകുന്നു. 260-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു. വിവിധ തരത്തിലുള്ള പോലീസിന്റെ സൈന്യത്തിന്റെ ഭാഗത്ത് നടക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു. അപ്പോഴൊന്നും തന്നെ ഒരു തരത്തിലുള്ള നിലപാടും നടപടിയും പാർലമെന്റിലടക്കം പ്രഖ്യാപിക്കാനോ മുന്നോട്ട് വെക്കാനോ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അത് വലിയ ചർച്ചയായിരുന്നു, വലിയ വിവാദങ്ങളായിരുന്നു. പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കട്ടെ, അതിനുശേഷം പ്രധാനമന്ത്രി എത്താം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട്. ആ നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഏറ്റവും ഒടുവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 ദിവസത്തിലധികമാണ് കുക്കി മെയ്തി വിഭാഗങ്ങളുമായി ആഭ്യന്തര മന്ത്രാലയം ചർച്ച നടത്തിയത്. ആ ചർച്ചയ്ക്ക് ഒടുവിലാണ് ചെറിയ റോഡുകൾ പോലും തുറന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങളുടെ കൈവശമുള്ള മേഖലകൾ പോലും എല്ലാവർക്കും എത്താവുന്ന തരത്തിലേക്ക് എത്തിയത്. മാത്രമല്ല ആ റോഡുകളൊക്കെ തന്നെ ഹൈവേ ദേശീയപാതയൊക്കെ അടക്കമാണ് തുറന്നു കൊടുത്തത്. അല്ലെങ്കിൽ അവരുടെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2.5 വർഷത്തിനു ശേഷം ഇന്ന് മണിപ്പൂരിൽ എത്തുന്നു. സംഘർഷമുണ്ടായതിനു ശേഷം ആദ്യമായി പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുകയാണ്. രാവിലെ മിസോറാമിൽ ആണ് എത്തുന്നത്, ഉച്ചയ്ക്കാണ് മണിപ്പൂരിലെത്തുന്നത്.